ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അയ്യോ, നേരെ എത്താൻ തുടങ്ങി. ഞാനിനി എന്താ ചെയ്യാ? ആ മരത്തുമ്മ പോയിട്ട് കുറച്ചു നേരം ഇരിക്കാം. അയ്യോ, ഒരൊറ്റ മനുഷ്യനെയും കാണുന്നില്ലല്ലോ. അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. വേണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാൻ എന്റെ അമ്മേന്റെ അടുത്തേക്ക് എത്തൂലേ? കുഞ്ചാ, കുഞ്ചാ, കുഞ്ചനും കുഞ്ചി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായാ മതിയായിരുന്നു. കുഞ്ചാ, കുഞ്ചാ, ആരും കാണുന്നില്ല. ഇനിയിപ്പോ ഞാൻ ഈ കാട്ടിൽ തന്നെ കിടന്ന് മരിച്ചു പോകുമോ? കുഞ്ചാ, കുഞ്ചി, എനിക്കാണെങ്കിൽ വെള്ളത്തിൽ ദാഹിച്ചിട്ട് വയ്യ. ഇത്തിരി വെള്ളം എവിടുന്നാ കിട്ടാ? നന്നായി വിശക്കണുണ്ട്. ഇവിടെ ഏതെങ്കിലും മരത്തുനിന്ന് വല്ല പഴവും കിട്ടുമോ? എനിക്ക് വിശന്നിട്ട് വയ്യേ. ഒരു തുള്ളി വെള്ളം എങ്കിലും കിട്ടിയാ മതിയായിരുന്നു. ആരും കാണുന്നില്ല. അമ്മേ, അമ്മേ, എന്നെ രക്ഷിക്കാൻ ആരും വരില്ല. എന്റെ ജീവിതം ഇവിടെ കഴിയും. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യേ. പാത്തോത്തന്റെ പശുവൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ പാത്തോത്തനെ കാണില്ല. ഇന്നാലും പോയി പാത്തും കുട്ടികളെ എടുക്ക പോയത്. ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഇന്ന് മനസ്സിൽ ഇങ്ങനെ ബേജാറാകണോ? അല്ല രമേ, ഇജ്ജോലഞ്ഞും കണ്ടില്ലേ? ഈ തവണ ഞങ്ങളെ പിന്നാലെത്തിയോ? തള്ളന്റെ മുണ്ടാതിരുന്ന ചെറുക്ക ഇജിന്നെ തള്ളാന്ന് വിളിച്ചാതെ. അല്ല അടുത്തേ, നിങ്ങൾ എന്തിനാ പിന്നെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് വന്നിട്ട് പീരെന്ന് ചോദിച്ചത്? ഞാനിനി ആകെ ഇങ്ങനെ പേടിച്ചു പോയി. അതാ തവണ സ്ഥിരം പരിപാടിയാ. എപ്പോഴും അങ്ങനെ തന്നെ മിണ്ടാതെ ഇങ്ങനെ വരും. ചെറുക്ക, അനക്ക് ഞാൻ ഈ പേരിയിൽ പോയിട്ട് തരാട്ടോ. നല്ലൊരു വടി അവിടെ ഞാൻ വെട്ടി വെച്ചിക്കണു. അതിനുള്ളത് എനക്ക് ഞാൻ തരും, നോക്കിക്കോ. ഇന്ന രമേ, ഇജ്ജ് കേട്ടോ, ഈ റോഡ് മൊത്തം എന്റെ തറവാട്ട് സ്വത്തൊന്നല്ലല്ലോ. ഞാൻ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ കാറ്റ് കൊണ്ടൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അല്ലാതെ ഇപ്പൊ എന്റെ പിന്നാലെ വന്നതൊന്നുമല്ല. ഇജ്ജ് എവിടേക്കേലും പോയ ഇച്ചെന്താ? ഞാനിപ്പോ എന്തിനാ എന്റെ പിന്നാലെ നടക്കണത്? എന്റെ കുട്ടികളെ ഞാൻ കണ്ടു കിട്ടിയില്ലേ? അയിറ്റ് എവിടക്കപ്പൊ ഈ തേണ്ടി പൊയ്ക്കണത്? അതിനിപ്പോ ഞാനും നോക്കണതേ, ഇന്റെ കുട്ടികളെ കാണില്ല. പാത്തുവിന്റെ പശുക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ആടും പശുവും ഒക്കെ അവിടെ ഉണ്ട്. പാത്തു വിക്കലൊക്കെ ഇട്ടിട്ട് ആ കുട്ടികളെയും കൊണ്ട് ഓടിപ്പോ എങ്ങോട്ടാ പോയത്? എവിടേക്കേലും പോകാൻ എന്നോടൊന്ന് പറയണ്ടേ? അതന്നെ രമേ, ഓളാള് ശരിയല്ല പാത്തുവേ. ഇന്നത്തെ കാലത്തൊന്നും ആരും വിശ്വസിച്ചാൻ പറ്റൂലേ. അനക്ക് എന്റെ കുട്ടികളെ പേരുടെ ഔത്തിട്ട് വളർത്തിക്കൂടെ? എന്തിനാ ഇങ്ങനെ വിടുന്നത്? ഏയ്, പാത്തു അത്ര കാര്യമൊന്നുമല്ല. പാത്തു അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. കുട്ടികളെ വിളിച്ചുകൊണ്ടിരുന്നാവും പാത്തുവിനെ. അല്ലാതെ പാത്തു അങ്ങനെ ചെയ്യൂല. ഇവിടേക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ നോക്കി ഇങ്ങോട്ട് നടക്കണ തള്ള. എടാ ഇക്കു, നിന്റെ വെല്ലുന്നില്ലേ? അങ്ങനെയൊന്നും പറയണ്ടടാ. എങ്ങനെ പറയാതിരിക്കാ? ഇതല്ലേ കജിലിരിപ്പ്. ഓനും അവന്റെ അമ്മയൊക്കെ അതും അതിലപ്പുറം എന്നെ പറയുന്നുണ്ട്. പിന്നെപ്പോ വയസ്സായി പോയില്ലേ, ഓന് പറയുന്നൊക്കെ കേക്കല്ലാതെ ഇച്ച് വേറെ നിവൃത്തിയില്ലല്ലോ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞേക്കണു. അനക്ക് പാത്ത് തങ്കക്കട്ടിയാണെങ്കി ഇജ്ജെന്താച്ച കാട്ടിക്കള. ഇച്ചത്രേ പറയാനുള്ളൂ. കണ്ടോ കണ്ടോ, പാത്തോത്താൻ ഇങ്ങനെ തെറ്റിച്ചാ നോക്കാണ്. കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പഴെവിടെ ഒരു കല്ലും കടക്കും കാണാനല്ലോ. ആ ചെയ്ത്താന്റെ തലമ്മക്കിട്ടിട്ട് ഏറങ്ങട്ട് കൊടുക്കാന് പീശാസ്. അതിനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യല്ല രമേ. ഓനതല്ല, അതിന്റെ അപ്പുറവും പറ. അതിനെ അങ്ങനെയല്ലേ അതിന്റെ തള്ള വളർത്തുന്നത്. കുട്ടികളെ
തങ്കക്കട്ടി അവൾക്ക് പാത്തു. ഞാനൊന്നും പറഞ്ഞ ഓക്ക് മനസ്സിലാകൂല. ഒരു പാത്തു അത്തരെ പാത്തു. എന്താ മെല്ലെ നിക്കണേ? വേഗം ഇങ്ങോട്ട് വലിഞ്ഞു വരികയെ. ഇനിയിപ്പോ ആർക്കപ്പ സൂചി വെക്കുക? അയ്യോ കുഞ്ഞാപ്പോ, ഇത് ആ സാധനത്തിന് എവിടെയും കൊണ്ട് കളഞ്ഞോ? അല്ലെങ്കിൽ അണക്കിയിരിക്കും ആ സൂചി വെച്ചിട്ട് ഞങ്ങൾ കുത്തു തരിക. മനുഷ്യൻ ഇവിടെ പേടിച്ച് പേടിച്ചിട്ട് അതിന്റെ പിന്നാലെ നടക്കുന്നത്. അതിനിപ്പോ ഞാനെന്താ കാട്ടുന്നത്? അതല്ലോണ്ടല്ലേ ഒരു വേഗം സത്യം പറഞ്ഞത്. അതെങ്കിലും മനസ്സിലാക്ക്. ഇന്നലെ ഇത് എങ്ങനെ ഉണ്ടെന്നൊരു സാധനം. ആ പെണ്ണിന് സൂചി വെച്ചപ്പോഴേ നല്ല ഇഷ്ടായിച്ച്. ഇനി പക്ഷെ ആ മറ്റാൾക്ക് സൂചി കൊടുക്കാൻ പറ്റിയില്ല. അതപ്പം എന്റെ സങ്കടം. അതെന്താ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത്? അതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അയാൾക്കും കൂടി ഒരു കുത്ത് കൊടുത്തിന്നില്ലേ? ഞാൻ വേണമെങ്കിൽ കയറി ചോദിച്ചോക്കാം, ഓൾക്ക് സൂചി വെക്കണോന്നാവോ? ഇനിയിപ്പോ അത് വേണമെങ്കിൽ ഇതെന്റെ അടുത്ത് സൂചി ഉണ്ടല്ലോ. വേഗം വേരിങ്ങട്ടെ. ഇനി ഏതി കൂടെ പോണ്ടത്? എന്റെ കാല് വേദനയ്ക്ക് എടുക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, നിങ്ങൾ എന്നെ പറ്റിച്ചോളൂ. ഞാൻ എന്തായാലേ നിങ്ങൾ പിന്നാലെ തന്നെ വരാം. അങ്ങനെ പെണ്ണിട്ടിട്ട് പോകാന്നേ ആരും വിചാരിച്ചണ്ട. ഇന്നെ പറ്റിച്ചാനേ എന്റെ അമ്മയും അച്ഛനും നോക്കിട്ടേ പറ്റിയിട്ടില്ല. എന്നിട്ടല്ലേ ഇപ്പൊ നിങ്ങള് വരി വരി വേഗം പോകാം. ഏതി കൂടെ പോകേണ്ടി പറ. ഇച്ച് കാലെടുത്തൊന്നുമില്ലപ്പോ ഞാൻ ഓടിച്ചാടി നടക്കും. തങ്കമ്മേ, ഇത് പോയിക്കൊപ്പോ. ഇച്ചൊന്നും വേണ്ട. എന്റെ തക്കടുവാവക്ക് വിശന്നാല് ഓൾക്കാര് ചോറ് കൊടുക്കുക? നമ്മളിവിടെ ഇരുന്ന് ചോറ് നിന്നിട്ട് ഓക്ക് ചോറ് കിട്ടുണ്ടോന്ന് എന്തോന്ന് ആർക്കറിയാ? തങ്കമ്മേ, ഇജ്ജെന്തെങ്കിലും തിന്നോ? എന്നാലും തങ്കമ്മേ, വല്ലാത്തൊരു വീതിയാ. നമ്മള് തക്കടുവാവ എവിടേക്ക് പോയേ? രണ്ടാളുടെ മുഖഭാവം കണ്ടിട്ടേ തക്കടുവാവ തിരിച്ചു വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലേ മോളൂ? ഹാ മമ്മി. അവളെ എവിടെയെങ്കിലും വല്ല ഭിക്ഷക്കാരും പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. അവള് നീനുവിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പം എവിടെ പോയിന്നാവോ? നീനു വിളിച്ചു പറഞ്ഞപ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. അവളെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാ ഞാൻ. എന്തായാലും അവര് നല്ല സങ്കടത്തിലാ. അപ്പൊ എന്തായാലും അവള് ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല.
അതെന്തായാലും ഉറപ്പാ. തങ്കമ്മേ, എന്താ മൃദു? അല്ല, നമ്മളൊക്കെ അയൽവാസികളല്ലേ. അപ്പൊ ഞാൻ തക്കടുവാവയുടെ വിവരം എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞോന്ന് അറിയാൻ വേണ്ടി വന്നതാ. എന്തേ, നിനക്കറിയോ ഓളെവിടെയാണെന്ന്? ഏയ് ഇല്ലില്ല, എനിക്കറിയാത്തത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് ചോദിക്കുന്നത് നിങ്ങളോട്. ഇല്ല മൃദു, എന്റെ തക്കടുവാവയുടെ ഒരു വിവരമില്ല. അവൾ എവിടെയാണോ എന്തോ. ഞങ്ങൾക്കാണെങ്കിൽ തീരെ വയ്യ. അവളെ കാണാഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല. മൂപ്പനാണെങ്കിലേ ഒരു ഭക്ഷണം കഴിക്കുന്നില്ല. വീടിനകത്തേക്ക് തന്നെ കയറണില്ല. അതിപ്പോ സ്വന്തം മകളല്ലേ പോയിരിക്കുന്നേ. അപ്പൊ പിന്നെ ആർക്കായാലും സങ്കടം ഇല്ലാതിരിക്കില്ലല്ലോ. സാരമില്ല, നിങ്ങളെ മുൻജന്മത്തിലെ വല്ല പാപം ചെയ്തു കാണും. അതാവും നിങ്ങളെ ദൈവം ഇങ്ങനെ ശിക്ഷിക്കുന്നത്. ശവത്തിൽ കുത്തരുത് മൃദു. ഞങ്ങൾ ഒരു പാപം ചെയ്തു കാണില്ല. ദൈവം എന്തായാലും ഞങ്ങളെ ശിക്ഷിക്കില്ല. എന്തായാലും എന്റെ മനസ്സ് പറയുന്നു, എന്റെ മകളെ എനിക്ക് തന്നെ തിരിച്ചു കിട്ടും. അല്ലാതെ അവൾ എവിടെ പോകാനാ? അവള് ഞങ്ങളുടെ കണ്ണുനീര് ദൈവം കാണാതിരിക്കില്ല. അയ്യേ, തങ്കമ്മേ, നീ കരയാൻ വേണ്ടി ഞാൻ പറഞ്ഞതൊന്നുമല്ല. അല്ല, പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ ഇപ്പോ അങ്ങനെ സംഭവിക്കാൻ എന്താ ചാൻസ് എന്ന് നോക്കിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പൊ സമാധാനായോ എന്റെ തങ്കമ്മനെ കരപ്പിച്ചപ്പോ? ഞങ്ങളല്ലെങ്കിൽ ഇവിടെ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് കുത്തിരിക്കുക. ഏയ്, സങ്കടപ്പെടണ്ട. ഞാന് വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ തങ്കമ്മേ. നീ കരയൊന്നും വേണ്ട, അവള് വരും. കരയണ്ടാട്ടോ. ചെലപ്പോഴേ ഓളെ വല്ല പിച്ചക്കാരും കൊണ്ടുപോയിട്ടുണ്ടാവും. ഓളെ കണ്ണൊക്കെ കുത്തി പൊട്ടിച്ചിട്ടേ പിശക്ക് ഇങ്ങനെ പറഞ്ഞേക്കും, അമ്മാ വല്ലതും തായോ, അമ്മ വല്ലതും തായോ എന്ന് പറഞ്ഞിട്ടേ എന്നിങ്ങനെ നിങ്ങളെ വീട്ടിന്റെ മുന്നിൽ അവള് വരില്ലേ. അപ്പൊ നിങ്ങൾക്ക് അവളെ തിരിച്ചറിയാലോ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഒയ്ക്ക അവിടുന്ന് മുണ്ടാതെ. ഓരോന്ന് പറഞ്ഞിട്ട് എന്റെ തങ്കമ്മനെ കരയിപ്പിച്ചാണ്ടല്ലോ. എന്റെ ദൈവമേ, എന്റെ കൊച്ചിന് ആപത്ത് സംഭവിക്കണ്ടേ. കരയ്, നല്ലപോലെ കരഞ്ഞോ. അപ്പൊ ചിലപ്പോ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അല്ല മമ്മി, ചിലപ്പോ കേൾക്കുമായിരിക്കും അല്ലേ? മാമോളൂ, അവര് നല്ല സങ്കടത്തിലാ. നമുക്കേ നമ്മുടെ വീട്ടിലേക്ക് പോകാം ഇപ്പൊ തൽക്കാലം. അതാ നല്ലത്. രണ്ടാളും വേഗം പോയിക്കോളി. കരയണ്ടട്ടോ. ഞാനും എന്റെ മമ്മി ഇടയ്ക്കിടെ വന്നിട്ടേ നിങ്ങളുടെ സുഖവിവരൊക്കെ അന്വേഷിച്ചോളാം. നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? ബിരിയാണി അല്ലെങ്കിൽ കുഴിമന്തി അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് തരണോ? ഇജ് ഒറ്റക്കനോട് പോയിട്ടേ കുഴിമന്തിയൊക്കെ എടുത്ത് തിന്നോ. ഞങ്ങൾക്കൊന്നും വേണ്ട. ഓളൊരു കുഴിമന്തി ബിരിയാണി. ഏയ് മോളു, ഇപ്പൊ നീ അങ്ങനെയൊന്നും സംസാരിക്കരുത്. അവരാകെ തകർന്നു നിൽക്കുക. അപ്പോഴേ അവര് നമ്മൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞാലേ അത് കേൾക്കേണ്ടി വരും. നമ്മളെ നാണം കിടും. നടക്കും മോളു, നമുക്കിപ്പൊ തൽക്കാലം പോകാടി. മമ്മി വാ മമ്മി, ആ മീന് പണിനോട് പോയി പറഞ്ഞു കൊടുക്കാം നമുക്ക്. ഇവര് കരയുന്ന കണ്ടുകൊണ്ട് നിൽക്കാനേ നല്ല രസമുണ്ടല്ലോ മമ്മി. മോളു, അങ്ങനെയൊന്നും പറയില്ലേ. ആ മൂപ്പനെ അക്രമാസക്തനാകും. ഇന്ന് വേഗം വാ മമ്മി, എനിക്ക്